നയപ്രഖ്യാപനം എന്ന് പറഞ്ഞ ഒരു സർക്കാരിൻ്റെ സമീപനമാണ്. ആ സമീപനത്തിൽ വളരെ കൃത്യമായിട്ട് സ്ത്രീകളോടും പെൺകുട്ടികളോടുമുള്ള ഒരു അനുഭാവപൂർണമായ നിലപാടാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡാണ് നമ്മൾ കാണേണ്ടത്. ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മുടെ മുതിർന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ ആ ഒരു ഘട്ടത്തിലെത്തിയ പെൺകുട്ടികൾക്കും വലിയ തോതിലുള്ള ശാരീരികവും മാനസികവുമായ അവശതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുമുണ്ട്. അത് വളരെ നിസ്സാരമായിട്ട് കടന്നു പോകുന്നവരുമുണ്ട്. അത് ഓരോരുത്തരുടെ ശാരീരികമായ പ്രകൃതം പോലെയാണ് ഇരിക്കുക. ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് അന്ന് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ ഒരു ഇളവ്, അത് ഉദ്യോഗസ്ഥകളാണെങ്കിൽ ആ ഒരു കാരണമുണ്ടെങ്കിൽ അവരെ അന്ന് ആ ഡ്യൂട്ടിയുടെ പേരിൽ അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവർക്ക് അതിൽ നിന്ന് ലീവ് എടുക്കാനുള്ള ഒരു ഇളവ് ഉണ്ട് എന്നുള്ളതാണ്. കുട്ടികളുടെ കാര്യത്തിൽ പഠനമോ സ്കൂളോ അല്ലെങ്കിൽ കോളേജോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്തരം ഒരു സംഗതിയുടെ പേരിലാണെങ്കിൽ ഒരു ഇളവ് കൊടുക്കാം എന്നതാണ് അതിൽ കണ്ടിട്ടുള്ളത്. പിന്നെ അത് ചർച്ച ചെയ്ത് പഴയ കാലത്ത് ഉണ്ടായിരുന്നത് പോലെ ഇത്തരം ഘട്ടങ്ങളിൽ ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ നെഗറ്റീവ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. സത്യത്തിൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. എല്ലാവരും ഇപ്പോൾ ആ ദിവസങ്ങളിൽ നിർബന്ധമായി ലീവ് എടുക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും അവധി വേണമെന്നോ ഒന്നും അതിൽ പറയുന്നില്ല. ഇതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ അതങ്ങനെ ചിലർക്കുണ്ടാകാം, വലിയ പ്രശ്നങ്ങളുള്ള ഒരു നേച്ചറുള്ള ആളുകളുണ്ടാകാം. അവർക്ക് അന്നൊരു ഇളവ് ഈ ഒരു ശാരീരിക അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നിർവഹിക്കേണ്ട കാര്യത്തിൽ ഒരു ഇളവ്, അപ്പോൾ അതിനൊരു ലീവ് ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് പരിഗണിക്കണം. അതാണ് അതിൻ്റെ പോസിറ്റീവ് വശം. അതാണ് ഉദ്ദേശിച്ചത്. വിശദാംശങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഈ നയപ്രഖ്യാപനത്തിൽ പറയുമ്പോൾ ഒരു ആശയമാണ് പറയുന്നത്. നമുക്ക് ആ ആശയത്തോടുള്ളൊരു യോജിപ്പുമാണ് പ്രകടിപ്പിക്കുന്നത്. പിന്നീട് അതിൻ്റെ വിശദാംശങ്ങളും ഒരു പദ്ധതിയായും നോംസായും ഒക്കെ പിന്നീടാണ് വരിക. അത് വരും. ഈ പറഞ്ഞ വിമർശനങ്ങളും നമ്മൾ കാണണം. ഒരു വിമർശനമുണ്ട് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടും. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഇത് ഈ പ്രശ്നമുള്ളവർക്കുള്ളൊരു ആനുകൂല്യമാണ്, ഒരു ഇളവാണ്. അത് എല്ലാവരും ഉപയോഗിച്ചോളന്നില്ല. അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ ആനുകൂല്യം ഉപയോഗിക്കാം. വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞില്ല ഇതാണ്. അല്ല, ഇതിൻ്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മളൊരു സമീപനം, ഈ നയപ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ അതാണ്. ഓരോ മേഖലയിലും ഓരോ പ്രശ്നങ്ങളോടുമുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് പ്രകടമാക്കുന്നത്. പിന്നീടാണ് അതിനനുസരിച്ച് പദ്ധതികൾ വരിക. ഇപ്പോൾ ആ തീരുമാനമാണല്ലോ ഗവൺമെൻറ്റിന് മുമ്പിലുള്ളത്. ഇല്ല, അതിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇത് വിവിധ ഇപ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥിനികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ചർച്ച ചെയ്യണം. ഉദ്യോഗസ്ഥരായ സ്ത്രീകളെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പൊതുഭരണ വകുപ്പൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് അതിനൊരു ഗവൺമെൻറ് സെക്രട്ടറിമാരുടെ ആയിട്ടുള്ള വേണ്ട ഡിസ്കഷനൊക്കെ ശേഷം അതിനൊരു രൂപരേഖ ഉണ്ടാവണമല്ലോ. അതുണ്ടാവും, വൈകാതെ ഉണ്ടാവും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.